friends, welcome to my show Akia Komachi Photographic Journey. ഞാനിപ്പോൾ ഉള്ളത് ഇതാ കോമാച്ചി പാർക്കിലാണ്. വയനാട് മാനന്തവാടി ബോയ്സ് ടൗണിനടുത്താണ് ഈ കോമാച്ചി പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഹൈവേൻ്റെയും നടുവിലാണ് ഈ സ്ഥലം വരുന്നത്. അതുപോലെ തന്നെ വയനാട് കണ്ണൂർ ബോർഡറിലാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഈസി ആക്സസ് ആണ് ഇങ്ങോട്ടുള്ളത്. കോമാച്ചി പാർക്ക് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? ഇതൊരു ഫോട്ടോഗ്രാഫി തീംഡ് പാർക്കാണ്. ഇവിടെ മ്യൂസിയം, പിന്നെ എക്സിബിഷൻ സെന്റേഴ്സ്, ഏവിയറി, ആർട്ട് വില്ലേജ്, ആംഫി തിയേറ്റർ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണല്ലേ വേണ്ടത്? അപ്പൊ വരി. അപ്പം ഇവിടുത്തെ ആദ്യത്തത് ഫോട്ടോഗ്രാഫി മ്യൂസിയം ആണ്. അത് നിങ്ങൾക്ക് കാണണ്ടേ? വരി. അപ്പം ഇതാണ് കേരളത്തിലെ ലാർജസ്റ്റ് ഫോട്ടോഗ്രാഫി മ്യൂസിയം. നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ് അല്ലേ, ക്യാമറയിലായിട്ടും മൊബൈലിലൊക്കെ ആയിട്ട്. അപ്പം ഫോട്ടോഗ്രാഫി എങ്ങനെ ഇത്രയും വരെ എത്തി എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ഒരു 200 yearsോളം ഉള്ള ഹിസ്റ്ററി ഫുള്ള് ഇവിടെ ഉണ്ട്. അതിൻ്റെ ക്യാമറകളായിട്ടും ഫോട്ടോഗ്രാഫി തുടങ്ങിയ മുതലുള്ളത് ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് വായിച്ചു നോക്കല്ലോ. ന്യൂസ് ഫോട്ടോഗ്രാഫി, വാർ ഫോട്ടോഗ്രാഫി, അഡ്വർടൈസ്മെന്റ് ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫോട്ടോഗ്രാഫിയാണ്. നിങ്ങളപ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നിങ്ങൾ എടുക്കുന്ന ഓരോ ഫോട്ടോവും ഒരു ഹിസ്റ്ററിന്റെ ഭാഗമാവും ഇതേപോലെ. അപ്പം എന്തായാലും സീരിയസ് ആയിട്ട് ഫോട്ടോഗ്രാഫീനെ കാണാം. ഇങ്ങനെ വലിയ വലിയ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ എടുത്ത ഇടയിൽ എൻ്റെയും കുറച്ച് ഫോട്ടോസിന് എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ കോമാച്ചി പാർക്ക് എന്ന ജിമെയിലേക്ക് ഇമെയിൽ ചെയ്താൽ ഇവിടെ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്കും കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ വേറെ തന്നെ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എന്താ സ്നോ വേണോ? സ്നോ ഉണ്ട്. തീ വേണോ? തീ ഉണ്ട്. അങ്ങനെ എല്ലാതുമായിട്ടുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി, അതേപോലെ തന്നെ AR, VR, AI ഒക്കെ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഞാൻ വിർച്വൽ റിയാലിറ്റി VR എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതാ റിയാലിറ്റി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവില്ല. ഇനി ഇവിടുത്തെ ഏറ്റവും സ്റ്റണ്ണിങ് പോയിന്റ് ആയിട്ടുള്ള ഏവിയറിയിലേക്കാണ്. പോയൊക്കെയല്ലേ? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഏവിയറി. കുറേ ബേർഡ്സും അതുപോലെ തന്നെ ഫിഷസ് ഒക്കെ ആയിട്ട് പല സാധനങ്ങളുണ്ട്. അതിലത്തെ ഒന്നാണിത്, സൺ കൊഞ്ഞൂറ്. ഇതൊരു കൂടല്ല, കാടാണ്. ആമസോൺ ഫോറസ്റ്റിന്റെ ഒരു കുഞ്ഞു മിനി വേർഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ? ഫോഗില് മുങ്ങി നിൽക്കുകയാണ് ഞാന്. ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇവിടുത്തെ ആർട്ട് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കുറേ ഈ സ്ക്രാപ്പ് വെച്ചിട്ടും സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ആർട്ട് പീസസ് ആണ്. 10 ഏക്കർ നീണ്ടു കിടക്കുന്നതാണ് കോമാച്ചി പാർക്ക് പറഞ്ഞില്ല. അങ്ങനെ ഓരോ ഏക്കറയിലും ഓരോ ഫ്രാഗ്രൻസ് ആയിട്ടുള്ള സ്മെല്ലിങ് പോയിന്റ്സ് ഉണ്ട്. ലാങ്ങി, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പലതും ഉണ്ട്. എല്ലാം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ വന്ന് സ്മെൽ ചെയ്തോളൂ. ഓൾമോസ്റ്റ് 200 ഫോട്ടോ പോയിന്റ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് എങ്ങനെയും നിങ്ങൾ ഇഷ്ടപോലെ എടുക്കാം. അതിനുള്ള പോയിന്റ്സ് ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾ എടുക്കാനുള്ളൂ. ഫോട്ടോഗ്രാഫി, മ്യൂസിക്കിനൊക്കെ ഉള്ള സ്പേസ് നിങ്ങൾ കണ്ടില്ലേ? അതുപോലെ തന്നെ ആർട്ടിനും ഒരു സ്പേസ് ഉണ്ട്. ഇതാണ് ആർട്ട് വില്ലേജ്. നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണോ? നിങ്ങൾക്ക് ഇവിടെ വന്ന് വരയ്ക്കാം. വരച്ചിട്ട് അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം. കൂടാതെ ഇതൊക്കെ ഒരു ഫോട്ടോ പോയിന്റും കൂടിയാണ്. ഇവിടുത്തെ എല്ലാതും എക്കോ ഫ്രണ്ട്ലി ആണ്. ബിൽഡിങ്സ് ഒക്കെ സസ്റ്റൈനബിൾ ആണ്. അതുപോലെ തന്നെ സോളാർ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നാച്ചുറിനെ ഹേർട്ട് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ കണ്ടോ? ഇത് കിളികൾക്ക് ഉള്ള കുറച്ചുള്ള കായ്കളാണ്. 500ഓളം ഇങ്ങനത്തെ മരങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഉള്ളതായിട്ടുമുണ്ട്. പിന്നെ പറയുന്നത് 2000ഓളം പൂമ്പാറ്റകൾക്കുള്ള നെക്ടർ ആൻഡ് ഹോസ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ഇതെല്ലാമായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് മൊത്തത്തിൽ. ഇവിടുത്തെ ഒരു ഫീലിംഗ് ഒക്കെ കണ്ടിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. ഇതൊരു ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ആണ്.
ഇവിടെ കുറേ എൻഡോമിക് ആയിട്ടുള്ള തൊണ്ടിപ്പഴം, ഞാറപ്പഴം, പൂച്ചപ്പഴം, അങ്ങനെ പല ടൈപ്പ് കായ്കളുണ്ട്. അതുപോലെ തന്നെ MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പല പല ഫേൺസ്, ട്രീസ്, ഓർക്കിഡ്സ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണിത്. അപ്പം ഇതാണ് ആംഫി തിയേറ്റർ. വയനാട്ടിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആവാം. 1200 പേർക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കൾച്ചറൽ ഇവന്റ്സ്, വെഡിങ്, അങ്ങനെ പല പല ഇവന്റ്സിന് പറ്റിയ ഒരു വലിയ ആംഫി തിയേറ്റർ ആണിത്. അപ്പൊ ഈ പാർക്ക് എന്ന് പറയുന്നത് ചൈൽഡ് ഫ്രണ്ട്ലിയും ആണ്, അഡൽട്ട് ഫ്രണ്ട്ലിയും ആണ്. അതിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി വലിയവരാണോ ഇതിലൊക്കെ കയറാൻ പോയിട്ടുണ്ടോ? നിങ്ങൾക്കും കയറാൻ പറ്റും. കുറേ വിൻറ്റേജ് ആയിട്ടുള്ള വെഹിക്കിൾസ്, വിൻറ്റേജ് കാറുകൾ, ട്രാക്ടർ, ഫയർ ട്രക്ക്, അതുപോലെ തന്നെ ട്രെയിൻ, അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള. നിങ്ങളെ ബോഡിയൊക്കെ ഫിറ്റായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ജിം ഉണ്ട് ഇവിടെ. നല്ല നാച്ചുറൽ, നിങ്ങൾക്ക് നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ചുകൊണ്ട് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടില്ലേ? ഫോട്ടോഗ്രാഫി, ആർട്ട്, മ്യൂസിക്, ഇൻഫർമേഷൻ, എൻ്റർടൈൻമെൻറ്റ് എല്ലാത്തിനും പറ്റിയ ഒരു സകലകലാ സംഭവമാണ് ഈ കോമാച്ചി പാർക്ക്. അപ്പോൾ നിങ്ങൾ സ്കൂൾ ട്രിപ്പും അതുപോലെ തന്നെ ഫാമിലി ട്രിപ്പ്, ഓഫീസ് ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനൊരു സ്ഥലം വേണ്ടേ? അതിനുള്ളതാണ് ഈ ഡോർമെട്രി. ഇവിടെ 200 പേർക്കോളം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പാർക്കും ഡോർമെട്രിയിലുള്ള സ്റ്റേയും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾ ഇനി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റിസോർട്ടും, അങ്ങനെ മൊത്തത്തിൽ ഒരു സെറ്റായിരിക്കും. മഴയാണെങ്കിൽ എല്ലാവരും സാധാരണ പുറത്തേക്ക് ഇറങ്ങാതെയാണ് നിൽക്കുക. പക്ഷേ ഈ പാർക്കിൽ നമ്മൾ റെയിൻകോട്ടായിട്ടും അതുപോലെ തന്നെ അംബ്രല്ലാസ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മഴ ആസ്വദിച്ച് നിങ്ങൾക്ക് സ്ഥലം കാണാം. ക്ലൈമറ്റൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല, നിങ്ങൾ വിഷ്വലി കണ്ടു കഴിഞ്ഞു. ഇനി നേരിട്ട് വന്ന് കാണാം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു കോമാച്ചി പാർക്ക്, എക്സ്പ്ലോർ, ഇൻസ്പയർ ആൻഡ് ക്യാപ്ചർ. നിങ്ങളൊക്കെ വിഷ്വലി കണ്ടു കഴിഞ്ഞില്ലേ? ഇനി ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു കോമാച്ചി പാർക്ക്, എക്സ്പ്ലോർ, ക്യാപ്ചർ ആൻഡ് ഇൻസ്പയർ.